ഭയങ്കര വില്ലത്തി ചെയ്തിട്ടുണ്ട്, ദുഷ്ടതയുള്ള അതല്ല ഒരു സട്ടിലായിട്ടും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അങ്ങനെ ഒരു ധാരണയുണ്ട് ആളുകൾക്ക്, സീരിയലിൽ വന്നാൽ പിന്നെ സിനിമയിലേക്ക് കൊള്ളില്ല എന്നൊരിത്. ആരെങ്കിലും തള്ളേന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടെന്ന് വെച്ചോ, 1000 കമൻറ്റ് വരും അപ്പോൾ തന്നെ. ഭയങ്കര വില്ലത്തി ചെയ്തിട്ടുണ്ട്, ദുഷ്ടതയുള്ള അതല്ല ഒരു സട്ടിലായിട്ടും ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും ഒരിക്കൽ പോലും ഞാനൊരു ഓവർ ഡു അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് എന്നെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ധാരണയുണ്ട് ആളുകൾക്ക്, സീരിയലിൽ വന്നാൽ പിന്നെ സിനിമയിലേക്ക് കൊള്ളില്ല എന്നൊരിത്. പിന്നെ ഓവർ എക്സ്പോഷൻ എന്ന് പറയാറുണ്ട്, എക്സ്പോസ്ഡായി ഒരുപാട്. ഞാൻ ഇപ്പോൾ എന്നെയൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ബീനയൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറേ പേര്, ബീനയൊക്കെ ഡെയിലി ഇങ്ങനെ സീരിയൽ കാണുമ്പോൾ ആളുകൾക്കൊരു മടുപ്പ് തോന്നും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത് എന്നൊക്കെ. ഇത്രയും ഇങ്ങനെ ചിലവരിങ്ങനെ ചോദിക്കും, ഇത്രയും കഴിവുണ്ടായിട്ടും ബീന ചേച്ചിയൊക്കെ എന്താണ് ഈ ബിഗ് സ്ക്രീനിലേക്ക് വരാത്തത്? ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കുമോ കാരണം, ഈ ഓവർ ഇങ്ങനെ ഒരുപാട് എല്ലാ ദിവസവും കാണും. എനിക്ക് അങ്ങനെ ഗ്യാപ്പൊന്നും വന്നിട്ടില്ല എൻ്റെ ഈ ഇത്രയും ജേർണിയിൽ. ഒരു എപ്പോഴും എനിക്ക് സീരിയൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ട് മടുത്തതാണോ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആവാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയില്ല. ഇപ്പൊ ചേച്ചി തുടങ്ങിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയന്റെ ഒരു അതിപ്രസരമില്ല, ഒന്നുമില്ല. അപ്പം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വരുന്നു, ഇൻസ്റ്റഗ്രാം വരുന്നു, എല്ലാം വരുന്നു. ചേച്ചിയാണെങ്കിലും ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിട്ട്. ഇത് ചെയ്യുമ്പോൾ മൗനരാഗം ചെയ്യുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓൺ ഇത് ചെയ്തത്, തുടങ്ങിയതൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു മാറ്റം? അത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അതൊരു സന്തോഷത്തോടെയാണ്. ശരിക്കും ഞാൻ ആ സമയത്തൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ കളിയാക്കി, മനുവും കൊച്ചൊക്കെ ഉണ്ടല്ലോ, അവക്ക് ഭ്രാന്ത്, എപ്പോൾ നോക്കിയാലും ഇൻസ്റ്റയിൽ വീഡിയോ ഇടല്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്കത് ഭയങ്കര ഗുണം ചെയ്തു. വർക്കില്ലാത്ത സമയത്തും ഞാനിപ്പോൾ അതിനകത്ത് കൊളാബ് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോണത്. സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഞാനത് ചെയ്തത്. അതിൽ കൂടി കിട്ടിയിട്ടുള്ള എൻ്റെ പബ്ലിസിറ്റിയും എൻ്റെ എന്താണ് ഫോളോവേഴ്സൊക്കെ കൊണ്ട് എനിക്ക് ഒത്തിരി കൊളാബറേഷൻസ്, ഇഷ്ടംപോലെ പെയ്ഡ് പ്രൊമോഷൻസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒത്തിരി കാശ് കിട്ടുന്നുണ്ട് എനിക്ക്. അത് വലിയ കാര്യമല്ലേ, വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഫേസ്ബുക്കിൽ അത്ര ഇതല്ല, യൂട്യൂബും വിട്ടു ഞാനിപ്പോൾ. എനിക്ക് മൊത്തം ക്രേസ് ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആക്ച്വലി ഇത് ഭയങ്കര രസമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത്. ആളുകൾ കളിയാക്കും തള്ളേന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആരെങ്കിലും തള്ളേന്നൊക്കെ പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടെന്ന് വെച്ചോ, 1000 കമൻറ്റ് വരും അപ്പോൾ തന്നെ. ആണെങ്കിൽ ഇപ്പോൾ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് തള്ളയ്ക്ക് എന്താണ് ഡാൻസ് ചെയ്തുകൂടെ, എന്താണ് നീ നിൻ്റെ വീട്ടിൽ തള്ളയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സപ്പോർട്ടാണെന്നറിയോ. അപ്പോൾ ഞാനൊരിക്കൽ ഈശ്വര ശരി അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ തള്ളയ്ക്ക് ഇപ്പം ചെയ്തുകൂടെ? എന്താ പ്രശ്നം? സിനിമയില് വരെ ഒരു അമ്മമ്മ വന്നിട്ട് പൊളിച്ചടുക്കില്ലേ ഡോളിയമ്മ, എന്താണ് കാണുന്നത്? ലൈഫിലും അങ്ങനെ തന്നെ അമ്മ അതിൽ ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ലൊക്കേഷൻ ഇരിക്കുമ്പോണ്ടല്ലോ ചിരിച്ച് ഒരുപാട് വരും അമ്മമ്മയുടെ ഡയലോഗ്സ്. ഷോ ഒരു കൺട്രോളും ഇല്ല, എന്തും പറയും അമ്മമ്മ. അയ്യോ പൊളി അമ്മ വേണ്ടത്. അമ്മമ്മ ഇങ്ങനെ പറയണ കേട്ടോ, എന്റെ കൊച്ചുമോൻ റീലുകൾ ചെയ്തിട്ടാണ് ഞാനും ഈ സിനിമയിലേക്ക് എത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു അമ്മമ്മയുടെ കൂടെയുള്ള ഒരു? എനിക്ക് സത്യം പറഞ്ഞ സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല. പക്ഷെ അമ്മമ്മയുടെ ഞാൻ ചെല്ലുന്ന ദിവസം വൈകുന്നേരം അമ്മമ്മയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ അമ്മമ്മയുടെ റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഇവരൊക്കെ ലൊക്കേഷൻ പറഞ്ഞു, അയ്യോ അമ്മമ്മ പൊളിയാട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അമ്മ വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര കൂട്ടായിരുന്നു. ഭയങ്കര രസമാണ് അമ്മമ്മയുടെ ഇരിക്കാനായിട്ട്. നമുക്ക് ടെൻഷനേ ഉണ്ടാവില്ല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ ഇരുന്നാൽ അങ്ങ് റിലാക്സ്ഡ് ആവും. അത്ര രസമാണ് അമ്മമ്മയോട് സംസാരിക്കാൻ. ഇപ്പം ഫർസാനെ പറയാതിരിക്കാൻ പറ്റില്ല. ഫർസാനയ്ക്ക് അധികം ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കണ്ണുകൾ കൊണ്ടാണ് ആദിശേഷൻ ഫർസാനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവര് കണ്ണോടെ എന്നോടൊന്നും പറയുന്നില്ല. സത്യം ഞാനും വിചാരിച്ചു, ഇവർക്കൊന്നും ഡയലോഗും കൂടി എൻ്റെ കൂട്ടത്തിൽ ഒന്നുമില്ല. വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ള അവൾ എൻ്റെ കൂട്ടത്തിൽ, ബാക്കിയെല്ലാം ഞാനിങ്ങനെ കണകളകളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അവൾ ആ ക്യാരക്ടറിന് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ അതിനിങ്ങനെ ക്യാരക്ടറിന് ഇങ്ങനെ ഇതിലേക്ക് ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആണ് കേട്ടോ ഫർസാനയ്ക്ക്. ഞാനന്ന് ഫസ്റ്റ് ജയിലിലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ഞാൻ വേറെ ക്യാരവനിലായിരുന്നല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫർസാനയൊക്കെ അവിടെ ഇരിക്കുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഷോട്ട്. ഞാൻ ചെല്ലുമ്പോൾ കൊച്ചും ഇവളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ അവരെയൊക്കെ കാണുന്നത്. ഞാനപ്പോൾ ഫർസാന വന്ന് പരിചയപ്പെട്ടു. അപ്പോഴൊക്കെ അവൾ ആ ക്യാരക്ടറായിട്ടാണ് അവിടെ നടക്കുന്നതൊക്കെ.
അല്ലാണ്ട് ഒരു ചിരികളി അങ്ങനെ ഒന്നുമില്ല. അതിൻ്റെ അകത്തെല്ലാം ആ ഒരു മൂഡില്ലേ, ആ മൂഡിൽ തന്നെയാണ് ഫർസാന. ഭയങ്കര ക്യാരക്ടറിനെ അവളത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അഭിനയിക്കുക. ഞാനൊക്കെ അതിന് വർത്തമാനം ഇത് സീൻ കഴിഞ്ഞാൽ വന്നിരുന്നത് തമാശ പറയലും മറ്റേത്. പക്ഷെ അന്ന് എനിക്ക് ഇത്തിരി ടെൻഷനായിരുന്നു ഈ ഫസ്റ്റ് സീൻ. ഈ മൊത്തം ഡയലോഗ് പഠിക്കലും ഞാൻ ഇത്തിരി നെർവസായിരുന്നു. പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എനിക്കതിൻ്റെ മുകളിൽ ചെന്നപ്പോൾ ഇങ്ങനെ അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്കൊക്കെ ഒരുപാട് കേട്ട കുറേ ക്രിമിനൽസിൻ്റെ പേരൊക്കെ പറഞ്ഞു. അവരൊക്കെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈശ്വര അവരൊക്കെ അതിൻ്റെ അപ്പുറത്ത് അവരുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര എന്തോ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഭയത്തിലാണ് ഞാൻ നടന്നത്. വാതിൽ തുറന്ന് എനിക്ക് അതിൻ്റെ അകത്തോട്ട് കയറി, ആ കുനിഞ്ഞ് കയറിയില്ലേ നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ ഓരോരുത്തർ ജയിലിലേക്ക്. ഓ എന്തൊരു ഫീലാണ് അത് തന്നെ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. പിന്നെ അവിടെ പോയിട്ട് ഇരുന്ന് ഞാൻ ഈ സീനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര, പിന്നെ ഈ സീൻ്റെ ടെൻഷനും അപ്പോഴൊക്കെ ഞാൻ ഇവളിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവൾ ഭയങ്കര ആ ക്യാരക്ടർ അതിനിങ്ങനെ ഇതെടുത്തിട്ടും അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് അവൾ നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് അവൾ ഫ്രീ ആവുന്നുള്ളൂ. ലാസ്റ്റ് സീൻ ചെയ്യണ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഇവൾക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഒരു സീൻ അവളിങ്ങനെ ചെയ്തിട്ട് ഒരു നോട്ടം അത് അവളിങ്ങനെ ഭയങ്കര ഇടയ്ക്ക് അവളിങ്ങനെ കൈ ഇങ്ങനെ അവളിങ്ങനെ ഇതാവും പെട്ടെന്ന് അത് കിട്ടാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെയൊക്കും. അപ്പോഴൊക്കെ ഞാനോർത്ത് സാധാരണ എനിക്ക് ചില നമ്മുടെ സീരിയലിലൊക്കെ പിള്ളേരൊക്കെ വളരെ ഈസി ആയിട്ട് ഈ പ്രൊഫഷൻ എടുക്കുകയാണെന്ന് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് കുട്ടികളൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും ചിലവരൊന്നും എടുക്കില്ല, ചിലവരൊന്നും സ്ക്രിപ്റ്റ് വായിക്കില്ല, ചിലവരൊക്കെ കേട്ടോ. ചിലവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ ആൾക്കാരൊക്കെ ഞാൻ കണ്ടേക്കണത് ഇത് കല്ലിയോ വലിയ എന്തെങ്കിലും വരുമ്പോൾ പറയുക ചെയ്യുക പോവുക അത്ര അങ്ങനെ ഒരു തമാശയായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ ഞാനൊക്കെ ഒരിക്കലും പ്രൊഫഷൻ അങ്ങനെ എനിക്ക് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഈ വിളക്കെടുക്കുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഭയങ്കര ആ പിന്നെ നമ്മൾ സീൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു മൂഡിലാണല്ലോ. ഞാൻ ആ മൂഡിൽ തന്നെ സീൻ വായിക്കുള്ളൂ, അല്ലാണ്ട് വെറുതെ വായിച്ചു പോകാൻ എനിക്കിഷ്ടമല്ല. അതെന്താണത് പറയുന്നത്, ആ ഡയലോഗിൻ്റെ അർത്ഥം എന്താണ്, അതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ സീരിയലിൽ ചെന്നാൽ എനിക്ക് ഒരു സീൻ പോലും സീരിയലിൽ വായിക്കാതെ ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ കഥാപാത്രത്തിന് അത്ര ഡെപ്തിൽ അവളത് ഇത് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഫർസാനേനെ. അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട്. ഭംഗിയായിട്ട് അവൾ ആ ക്യാരക്ടറിനെ ക്യാരി ഓവർ ചെയ്തേക്കണല്ലേ. നല്ലൊരു ആക്ട്രസ്. അവളുടെ കണ്ണുകളിൽ ഫുള്ളുണ്ട്, ആ കഥ മൊത്തം അവളുടെ കണ്ണുകളിലുണ്ട്. ആ ഫാമിലി കണ്ണുകൊണ്ട് കഥ പറഞ്ഞു. അതെ, അത് അവർ പ്രത്യേകം നമ്മുടെ ഗണപതിക്ക് ഒരു വലിയ ക്ലാപ്സ് കൊടുക്കണം. അവൻ്റെ സെലക്ഷൻ അതിനെല്ലാം എല്ലാവരും ഗണപതിയുടെ കാസ്റ്റിംഗ് അവൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പേരെ കണ്ടെടുത്തത്. ആ മോൻ്റെ വളർന്ന് വലുതായതാണ് സിനാനെന്ന് തോന്നിപ്പോവും. തിറ്റുമായിട്ടിരിക്കണില്ലേ ആ മോൻ. നല്ല ആക്ടിങ് അവന് ഭയങ്കര മെച്യൂർഡായിട്ട് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായിട്ട് മറ്റേ സിനാൻ്റെ ആക്ടിങ്ങും ഭയങ്കര നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അവൻ്റെയും ടൈമിനൊന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഗണപതിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്ത് റിക്വസ്റ്റ് ചെയ്തതാ. എന്നാൽ ഗണപതി എന്തോരം സ്കൂളുകളിലും ഒക്കെ എന്തുമാത്രം അലഞ്ഞു, എന്തോരം പേർക്ക് ഇതൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നിന്നൊന്നും സെലക്ട് ചെയ്തില്ല. ഇവൻ വെറുതെ ചേട്ടാ എനിക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നും എന്നെ ആരും എടുക്കുന്നില്ല, എനിക്ക് ചേട്ടൻ എൻ്റെ ഇതൊന്ന് കാണുന്നു പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് അവന് സെലക്റ്റായി. അതാണ് ടൈം.